അപ്പോൾ ഇന്നലെ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കുറേ പ്രചരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഒടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒക്കെ വിശദീകരണം നൽകുകയും ചെയ്തു. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ്. യുവതീ പ്രവേശന സമയത്ത് എതിരായ അയ്യപ്പ ഭക്തരെ ചേർത്ത് നിർത്തിയാണ് സംഗമം സംഘടിപ്പിച്ചതെന്ന് സർക്കാരും സംഗമം വൻ പരാജയമെന്ന് KPCCയും വിലയിരുത്തുന്നു. പങ്കാളിത്തം ഉൾപ്പെടെ കുറവാണെന്ന് കാണിച്ച് പ്രചാരണം നടത്താനാണ് KPCCയുടെ തീരുമാനം. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയ ആശംസാ സന്ദേശം സംഗമത്തെ എതിർത്ത് BJPക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. വിവരങ്ങളുമായി നമുക്കൊപ്പം റോഷിപാൽ ഉണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ. സർക്കാരിനെ സംബന്ധിച്ച് രണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുണ്ടായി. ഒന്ന്, നാമജപ ഘോഷയാത്രയടക്കം നടത്തി സർക്കാരുമായിട്ട് ഇടഞ്ഞു നിന്നിരുന്ന NSSനെ സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ കൊണ്ടുവരാനും അവരുടെ പിന്തുണ നേടാനുമായി. SNDP ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. മറ്റൊന്ന്, BJPയെ വെട്ടിലാക്കിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥിൻ്റെ ഒരു സന്ദേശം ഈ വേദിയിൽ വായിക്കാനും സാധിച്ചു. അങ്ങനെ രണ്ടു തരത്തിലുള്ള നേട്ടങ്ങൾ ആ അർത്ഥത്തിലുണ്ടായി. അയ്യപ്പ ഭക്തർക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ശ്രമമായി പരക്കെ വിമർശനം ഉയരുമ്പോഴും അത് സർക്കാർ അത് നിഷേധിക്കുന്നില്ല. ആ അർത്ഥത്തിൽ സർക്കാർ രാഷ്ട്രീയമായ താല്പര്യങ്ങളില്ല എന്നൊക്കെ പറയുമ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ വിജയമായിട്ടല്ലേ കണക്കാക്കുന്നത്. എന്നാൽ പുറത്തു വന്നിരിക്കുന്ന ചില ദൃശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പങ്കാളിത്തം കുറവാണ് എന്ന പ്രചരണമാണോ KPCC നടത്താൻ പോകുന്നത്? 22-ാം തീയതി നടക്കുന്ന മെഡൽ സംഗമത്തിൽ ഇതിലും അധികം ആളുകളെ എത്തിച്ചുകൊണ്ടായിരിക്കില്ലേ BJPയും സംഘപരിവാരും അതിന് മറുപടി നൽകാൻ പോകുന്നത്? റോഷിപാൽ. അരുൺകുമാർ, ഇതിലെ പങ്കാളിത്തത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. അത് സംബന്ധിച്ച് LDFും UDFും ഒക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവിടെ വലിയ ജനപങ്കാളിത്തം ഇല്ല എന്ന വിമർശനം UDF ഉയർത്തുമ്പോൾ വലിയ പങ്കാളിത്തമുണ്ട്. തുടക്കം മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം എത്തിച്ചേർന്നു. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു പരിപാടിയാണ്. അത് നമുക്കറിയാം, യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ സർക്കാരിനെതിരെ അയ്യപ്പ ഭക്തരെ അടക്കം സംഘടിപ്പിക്കാൻ സംഘപരിവാർ സംഘടനകൾക്കും UDFിനടക്കം സാധിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും രാഷ്ട്രീയമായി നേട്ടം കൊയ്യാനുള്ള ഒരു അവസരം തന്നെയാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള ഒട്ടേറെ ആലോചനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. ഈ അയ്യപ്പ സംഗമത്തോടെ അതിന് വേഗം കൂടും എന്നാണ് CPM നേതൃത്വം പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത സീസണോടുകൂടെ ആ ഒരു മാറ്റം അവിടെ പ്രതിഫലിച്ചു തുടങ്ങും. അതും സ്വാഭാവികമായും അത് LDFിന് അനുകൂലമായ സാഹചര്യമാണ്. കാരണം ശബരിമലയിൽ വികസനം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒട്ടേറെ പേരുണ്ട്. പ്രത്യേകിച്ച് അത് ശബരിമലയിൽ ഉണ്ടാകുന്ന വികസനത്തെ അയ്യപ്പ ഭക്തർ ഒന്നാകെ അത് സ്വീകരിക്കുകയും ചെയ്യും. അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിന് അനുകൂലമായ ഒരു ചിന്ത ഈ അയ്യപ്പ ഭക്തന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെയാണ് UDF ഇത്രയും ശക്തമായി ഇതിനെ എതിർക്കാൻ കാരണമാകുന്നതെന്ന വിമർശനവും LDF ഒരു ഭാഗത്ത് ഉയർത്തുന്നുണ്ട്. ഇത് UDFിന് സംഭവിച്ചത് വലിയ മണ്ടത്തരമാണെന്ന വിലയിരുത്തൽ കൂടിയാണ് LDFിന്റെ ഭാഗത്ത്. കാരണം ശബരിമല അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി, ശബരിമലയ്ക്ക് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതുമായി സഹകരിക്കാതിരുന്നത് തെറ്റായിപ്പോയി. ഇന്നല്ലെങ്കിൽ നാളെ UDF വിലയിരുത്തുമെന്ന് തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നത്. പക്ഷേ UDF ഇത് LDFിനെതിരെ ഉയർത്തുന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ്. വോട്ട് മാത്രമാണ് ലക്ഷ്യം. അല്ലെങ്കിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട അന്ന് ചുമത്തിയ കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. മാത്രവുമല്ല, തെറ്റുതിരുത്താതെ എങ്ങനെയാണ് അയ്യപ്പ സംഗമത്തിലേക്ക് പോവുക എന്നത്. പക്ഷേ ഏതായാലും അയ്യപ്പ സംഗമത്തിലെ ഒരു പോസിറ്റീവായി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് സംഘപരിവാർ സംഘടനകൾ നാളെ നടത്തുന്ന സംഗമം, ബദൽ സംഗമം, അതിൽ എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നതും ഉറ്റുനോക്കുകയാണ്. അവിടെ പരമാവധി ആളുകളെ സംഘടിപ്പിക്കാനുള്ള ശ്രമം സംഘപരിവാർ സംഘടനകളും BJPയും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം എന്തായാലും സമാപിച്ചു. ചിലർ പറയുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ കാണുന്നില്ലേ, പങ്കാളിത്തം കുറവായിരുന്നു. സർക്കാർ പറയുന്നത് ഇടവേളകളിലെടുത്ത ദൃശ്യങ്ങൾ വെച്ച് പ്രചരിപ്പിക്കുന്നു, പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അതുകൊണ്ട് ശബരിമലയ്ക്ക് നേട്ടമുണ്ടാവട്ടെ, ഭക്തജനങ്ങൾക്ക് നേട്ടമുണ്ടാവട്ടെ, മാസ്റ്റർ പ്ലാനൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയട്ടെ. അതിനെ ഒരു രാഷ്ട്രീയ പ്രചരണമായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ഭക്തർക്ക് ശബരിമലയിൽ സമാധാനത്തോടെ എത്തി ദർശനം ലഭിച്ച് അയ്യനായി മടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ഒപ്പം ശബരിമലയുടെ പ്രശസ്തിയും ഖ്യാതിയും കടൽ കടന്ന് ലോകമെമ്പാടും അറിയട്ടെ. അതിന് മതാതീതാത്മീയ കേന്ദ്രമെന്ന ഒരു ടാഗ് ലോകം കൊടുക്കട്ടെ.